എല്ലാവർക്കും നമസ്കാരം. ശിവ ബ്ലെസ്സിങ്സ് യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ടാരോട്ട് റീഡിംഗ് ആണ് ഈ ഒരു ചാനലിലൂടെ ദിവസവും അപ്ലോഡ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഇന്നത്തെ റീഡിംഗ് ഡിവൈൻ മെസ്സേജാണ്. നിങ്ങൾക്കുള്ള ഡിവൈൻ മെസ്സേജ് നമുക്ക് നോക്കാം എന്താണെന്നുള്ളത്. അപ്പോൾ നമുക്ക് കിട്ടിയ സ്പ്രെഡ് ഇതാണ്. അപ്പോൾ സ്പ്രെഡിൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു മെസ്സേജസാണ് നമുക്ക് ഡിവൈൻ തന്നിട്ടുള്ളത്. ഇപ്പോൾ നമ്മളോട് നമുക്കറിയാവുന്ന കാര്യങ്ങൾ അല്ലേ, ഇപ്പോൾ ഹെർമിറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മളുള്ളിലുള്ള നമ്മുടെ ആ ഒരു ശക്തിയെ നമ്മൾ തിരിച്ചറിയുക എന്നുള്ളതാണ്. നമ്മൾ ഏതൊരു വിഷമഘട്ടത്തിലാണെങ്കിലും നമ്മൾ ഒറ്റയ്ക്കിരിക്കുന്ന അല്ലെങ്കിൽ ഒറ്റയ്ക്ക് അതിനെ വിശകലനം ചെയ്യുന്ന ഒരു സമയമുണ്ടാവും. അപ്പോൾ ആ സമയത്തിലേക്ക് നമ്മളെല്ലാവരും വരുമ്പോഴാണ് ആ ഒരു പർട്ടിക്കുലറായിട്ടുള്ള പ്രശ്നത്തെ നമ്മൾ നോക്കിക്കാണുക. അതുപോലെ തന്നെയാണ് നമ്മൾ സ്വന്തമായിട്ടിരുന്ന് നമ്മുടെ പ്രശ്നങ്ങൾ എന്താണെന്ന് വിശകലനം ചെയ്യുകയും അതിനുള്ള സൊല്യൂഷൻസ് നമുക്ക് തനിയെ നമ്മുടെ അടുത്തേക്ക് വരികയും ചെയ്യുന്നതാണ് പറയുന്നത്. അപ്പം പോസിറ്റീവായിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ വളരെ സ്ട്രെങ്ത്താണ് അല്ലേ. സ്ട്രെങ്ത്ത് കാർഡ് കാണിക്കുന്നത് തന്നെ നമ്മുടെ ഉള്ളിലുള്ള സ്ട്രെങ്ത്തിനെയാണ്. നമ്മൾ എന്ത് കാര്യം ഉണ്ടെങ്കിലും നമുക്കത് തടസ്സങ്ങൾ മാറി മുന്നോട്ട് നീങ്ങാൻ നമുക്ക് പറ്റും. ഒരാത്മസംയമനം പാലിക്കുക എന്നുള്ള കാര്യമാണ്. അപ്പം എന്ത് കാര്യമാണെങ്കിലും ചെറിയൊരു പ്രശ്നങ്ങൾ വരുമ്പോൾ നമ്മൾ ഉടനെ അടിച്ച പോലെ തീരുമാനം എടുക്കുന്നതും ദേഷ്യപ്പെടുന്നതും ഒക്കെ, ദേഷ്യപ്പെട്ട് ഓരോ വിഷമഘട്ടത്തിലേക്ക് പോയി ചാടുന്നതൊക്കെ, അതൊക്കെ ഇതിൻ്റെ നമ്മുടെ 3D ലൈഫിൽ നോക്കുമ്പോൾ വളരെ പ്രയാസകരമേറിയ ഒരു സംഭവമാണ്. അപ്പോൾ ആ സാഹചര്യങ്ങളെയൊക്കെ ഒഴിവാക്കി നമ്മൾ മുന്നോട്ട് പോവുക എന്നുള്ള കാര്യമാണ്. എല്ലാത്തിനെയും വിശകലനം ചെയ്യുമ്പോൾ നമ്മൾ വളരെ സമാധാനത്തോടും നമ്മുടെ ആത്മസംയമനം പാലിച്ചുകൊണ്ടും മുന്നോട്ട് പോവുക എന്നുള്ള ഒരു മെസ്സേജാണ് തരുന്നത്. അതുപോലെ തന്നെ ഏറ്റവും നല്ലൊരു കാർഡാണ്, ഒരു പോസിറ്റീവായിട്ടുള്ളൊരു കാർഡാണ് 10 ഓഫ് കപ്പ് തരുന്നത് അല്ലേ. കുടുംബപരമായിട്ടുള്ള സമാധാനം, സമൃദ്ധി, അതുപോലെ തന്നെ കുടുംബത്തിൽ ഐശ്വര്യം, സന്തോഷം, മക്കളും ഭാര്യയും ഭർത്താവും ഒക്കെ ആയിട്ട് ഒരുമിച്ച് താമസിച്ച് നമുക്ക് നല്ലൊരു ബ്ലെസ്സിങ്സ് ഭാഗത്തുനിന്ന് ഉണ്ടാവും. അതെന്തായാലും ഉണ്ടാവുമെന്ന് തന്നെയാണ് കാണുന്നത്. ഇപ്പോഴത്തെ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും നമ്മളെ ബാധിക്കില്ല. കുറേ കഴിയുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ ഉള്ളിലേക്ക് തന്നെ നോക്കുമ്പോൾ അതിനുള്ള സൊല്യൂഷൻസ് തനിയെ തെളിഞ്ഞു വരികയും നമ്മൾ മുന്നോട്ട് പോകുകയും ചെയ്യുമെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെയാണ് ചാരിയോട്ട് പറയുന്നത്. നമ്മുടെ തടസ്സങ്ങളെല്ലാം നീക്കി നമ്മൾ വിജയത്തിലേക്ക് കുതിക്കാൻ തുടങ്ങുന്നു എന്നാണ് ചാരിയറ്റ് കാർഡ് പറയുന്നത്. അതുപോലെ തന്നെ ഇപ്പോഴുള്ള എല്ലാ സാഹചര്യങ്ങളാണെങ്കിലും, എന്ത് സാഹചര്യങ്ങളാണെങ്കിലും അത് അവസാനിച്ച് പുതിയൊരു സാഹചര്യത്തിലേക്ക് നമ്മൾ കാലെടുത്ത് വെക്കുന്ന ഒരു മെസ്സേജ് ഇവിടേക്ക് വരുന്നുണ്ട്. അപ്പം എല്ലാ കാര്യത്തിനും ഒരു ബെസ്റ്റായിട്ടുള്ളൊരു ടൈം തന്നെയാണ് ഇപ്പോഴ് എന്നുള്ളത് നമ്മൾ ചിന്തിക്കുക. അപ്പം അതാണ് ഡെത്ത് കാർഡ് പറയുന്നത്. ഇപ്പോഴത്തെ വിഷമങ്ങളിലെല്ലാം ഒരു ഘട്ടം അവസാനിക്കുകയും പുതിയതായിട്ടുള്ളൊരു ഘട്ടത്തിലേക്ക് നമ്മൾ കാലെടുത്ത് വെക്കുകയും ചെയ്യുന്ന അത്രയും നല്ലൊരു മുഹൂർത്തമാണ് നമ്മുടെ മുന്നിലുള്ളത് എന്ന് ഡെത്ത് കാർഡ് പറയുന്നു. അതുപോലെ തന്നെ അബണ്ടൻസാണ് ഏസ് ഓഫ് കപ്പ് നമുക്ക് വേണ്ടി തരുന്നത്. നിറഞ്ഞൊഴുകുന്ന സ്നേഹമാണ് അല്ലേ. അത് നമ്മൾ അതുപോലെ തന്നെയാണ്. അതുപോലെ തന്നെ നമ്മളെ ചുറ്റപ്പെട്ട് നിൽക്കുന്ന ആൾക്കാരും അത് പ്രതീക്ഷിച്ചുകൊണ്ടും അല്ലെങ്കിൽ അങ്ങനെയുള്ള ആൾക്കാരാൽ ചുറ്റപ്പെടും. അങ്ങനെയുള്ളൊരു മെസ്സേജാണ് ഏസ് ഓഫ് കപ്പ് തരുന്നത്. ക്വീൻ ഓഫ് കപ്പും അതുപോലെ തന്നെയാണ് കരുണ, അതുപോലെ തന്നെ സാമീപ്യം അല്ലേ, സ്നേഹത്തോടുള്ള സാമീപ്യം. അതെല്ലാം നമ്മുടെ ഒരു കരുത്താണ്. കരുത്ത് വെച്ച് നമ്മൾ മുന്നോട്ട് പോവുക. എല്ലാ കാര്യങ്ങളും നമ്മളോട് തന്നെ നമ്മുടെ ഉള്ളിൽ നമ്മുടെ അന്തരാത്മാവിനോട് ചോദിച്ച് തനിയെ നമ്മുടെ എന്ത് പ്രശ്നമാണെങ്കിലും അതിനുള്ള സൊല്യൂഷൻസ് നമ്മുടെ ഉള്ളിൽ തന്നെ ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. അപ്പം ആ ഒരു പ്രശ്നത്തെ നമ്മൾ വിശകലനം ചെയ്തതിന് ശേഷം നല്ലൊരു തീരുമാനത്തിലേക്ക് എത്തുകയും മുന്നോട്ട് പോവുകയും ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ഡിവൈൻ, നമ്മുടെ ഏത് സ്പിരിച്വൽ ഗൈഡ്സ് ആണെങ്കിലും അവരൊക്കെ നമ്മുടെ കൂടെ ഉണ്ടെന്നും അതുപോലെ തന്നെ നമ്മുടെ കൂടെ എപ്പോഴും ഒരു ബ്ലെസ്സിങ്സ് എപ്പോഴും ഉണ്ടെന്നും ഉള്ള ഒരു സൂചന നമുക്കിവിടെ ലഭിക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഈ കാർഡിലൂടെ ഇന്ന് ഡിവൈൻ നമുക്ക് വേണ്ടി പറഞ്ഞു തരുന്നത്. ഒന്നും പേടിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ വളരെ സമാധാനത്തോടും സന്തോഷത്തോടും കൂടി മുന്നോട്ട് പോവുക. നമ്മളോട് തന്നെ നമ്മുടെ പ്രശ്നത്തിനുള്ള ഉത്തരങ്ങൾ ചോദിക്കുക. അങ്ങനെ ചോദിച്ചാൽ തന്നെ നമുക്ക് നല്ലൊരു ലൈഫും നല്ലൊരു ഫാമിലിയും നല്ലൊരു കൂട്ടുകാരാണെങ്കിലും ആരുമാണെങ്കിലും നമ്മുടെ ചുറ്റപ്പെട്ട് നിൽക്കുന്ന ആൾക്കാരൊക്കെ നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവരായി നമ്മുടെ കൂടെ
ഉണ്ടാവുകയും അതുപോലെ തന്നെ എല്ലാ നല്ല കാര്യങ്ങളും നമ്മളിലേക്ക് വന്നു ചേരുകയും ചെയ്യുന്നതുകൊണ്ടാണ് ദൈവം അല്ലെങ്കിൽ നമ്മുടെ ഡിവൈൻ സ്പിരിച്വൽ ഗൈഡ്സ് നമ്മളോട് പറയുന്നത്. ഈ മെസ്സേജ് എല്ലാവർക്കും റെസൊണേറ്റ് ആവുമെന്ന് വിചാരിക്കുന്നു. എല്ലാവിധ ബ്ലെസ്സിങ്സും ദൈവത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് അടുത്തൊരു നല്ല റീഡിങ്ങുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.